സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് A1 സെക്കൻഡ് ചാപ്റ്റർ ആയ അതിന്റെ ബാക്കിയുള്ള ബാലൻസ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ്. ഓക്കെ, മോഡ്യൂൾ 8 എട്ടാമത്തെ മോഡ്യൂളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? Los geht. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know. Let's go. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ 25 വേർഡ്സോളം നമ്മൾ വൊക്കാബുലറീസും അവയുടെ മീനിങ്സും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു വേർഡ് നമുക്ക് നോക്കിയാലോ. ഗെബൂട്ട്സ് ഡാറ്റ. എന്താണ് ഗെബൂട്ട്സ് ഡാറ്റ? മീൻസ് ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഗെബൂട്ട്സ് ഡാറ്റം എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഗെബൂട്ട് എന്ന വേർഡിന്റെ അർത്ഥം ബർത്ത്. Okay, data means date. So date of birth. Geburtsdatum. Next, Geburtsort. Geburtsort means birthplace. Ort എന്ന വേർഡിന്റെ അർത്ഥം place. Okay, ort means എന്താണ്? place എന്നാണ് വരുന്നത്. So birthplace ന് നമ്മൾ പറയുന്നതാണ് Geburtsort. German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short-term and long-term batches. Guaranteed results, morning, day and night batches. Flexible timing options. Affordable packages. That's the Vorname. The Vorname. Vorname means first name. Then Vorname means first name. Nachna means എന്താണ്? ലാസ്റ്റ് നെയിം ആണ് വരുന്നത്. ഓക്കെ, സോ ഫോർനാം മീൻസ് ഫസ്റ്റ് നെയിം. നെക്സ്റ്റ് വേർഡ് ആണ് ലീബ്ലിംഗ് ഫിൽം. ഇതാണ് ലീബ്ലിംഗ് ഫിൽം. സോ ലീബ്ലിംഗ് ഫിൽം എന്ന് വെച്ചാൽ ഫേവറൈറ്റ് ഫിൽം. ഏതാണ് ഫേവറൈറ്റ് ഫിലിം? സോ ലീബ്ലിംഗ് എന്ന വേർഡിന്റെ അർത്ഥം ഫേവറൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ആണ് നാക്ന. നാക്ന മീൻസ് ലാസ്റ്റ് നെയിം. നാക്ന മീൻസ് ലാസ്റ്റ് നെയിം. സോ ഏവന്റെ ഫൈനൽ എക്സാമിന് മേ ബി എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാസ് ഇസ് ഡൈൻ നാക്ന, വാസ് ഇസ് ഡൈൻ ഫോർനാം എന്നൊക്കെ. സോ ഫോർനാം മീൻസ് എന്താണ്? ഫസ്റ്റ് നെയിം. നാക്ന മീൻസ് ലാസ്റ്റ് നെയിം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ആണ് ദി നാക്രീഷ്ഡ്. ദി നാക്രീഷ്ഡ് മീൻസ് റിപ്പോർട്ട് അഥവാ ന്യൂസ്. സോ റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് എന്നതിന് നമ്മൾ പറയുന്ന വേർഡാണ്, ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്ന ഒരു വേർഡാണ് നാക്രീഷ്ഡ്. ഇതാണ് ദി നാക്രീഷ്ഡ്. അടുത്താണ് ദി ഷൂളെ. ദി ഷൂളെ മീൻസ് സ്കൂൾ. സോ സ്കൂളിന് നമ്മൾ പറയുന്നത് എന്താണ്? ദി ഷൂളെ. ഓക്കെ, നെക്സ്റ്റ് ഹാബൻ. ഹാബൻ മീൻസ് ടു ഹാവ്. ഹാബൻ മീൻസ് ടു ഹാവ്. നെക്സ്റ്റ് ഹിയർ. ഹിയർ മീൻസ് ഹിയർ എന്നുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ. എന്നത് നമ്മൾ ഹിയർ എന്ന് തന്നെയാണ് പറയുന്നത്. സ്പെല്ലിങ്ങിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഹിയർ മീൻസ് എന്താണ്? ഇവിടെ. നെക്സ്റ്റ് നാക്ട്. നാക്ട് മീൻസ് നൈറ്റ്. സോ രാത്രി, നൈറ്റ് എന്നത് നമ്മൾ പറയുന്നത് എന്താണ്? നാക്ട്സ്. നെക്സ്റ്റ് സ്റ്റുഡിയറൻ. സ്റ്റുഡിയറൻ മീൻസ് ടു സ്റ്റഡി. സ്റ്റുഡിയറൻ മീൻസ് എന്താണ്? ടു സ്റ്റഡി. സ്റ്റുഡിയറൻ മീൻസ് എന്താണ്? ടു സ്റ്റഡി, പഠിക്കുക എന്നതിന് നമ്മൾ പറയുന്ന വെർബാണ് ടു സ്റ്റുഡിയറൻ. Studieren means to study. Next, the Stunde. ഇതാണ് the Stunde. Stunde means hour. മണിക്കൂർ. സോ മണിക്കൂർ എന്നതിന് അതായത് അവർ എന്നതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നതാണ് the Stunde. ഓക്കെ, നെക്സ്റ്റ് ഡ ടാഗ്. ഡ ടാഗ്. ടാഗ് എന്ന് വെച്ചാൽ ഡേ, ദിവസം.
സോ ടാഗ് എന്നാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത്. നെക്സ്റ്റ് ഫീൽ. ഫീൽ എന്ന വേർഡിനർത്ഥം അലോട്ട്, ഒരുപാട്. സോ ഫീൽ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഫീൽ മീൻസ് എന്താണ്? അലോട്ട്, ഒരുപാട്. ഓക്കെ, അടുത്തൊരു വെർബാണ് പാസൻ. സോ പാസൻ മീൻസ് ടു മാച്ച് അല്ലെങ്കിൽ ടു സ്യൂട്ട് ചെയ്യുക. ഓക്കെ, ടു മാച്ച് ചെയ്യുക എന്നതിന് നമ്മൾ പറയുന്നതാണ് പാസൻ. എന്താണ്? പാസൻ. നെക്സ്റ്റ് പറയുന്നതാണ് ആർബൈറ്റ് പ്ലാറ്റ്സ്. ആർബൈറ്റ് പ്ലാറ്റ്സ് മീൻസ് എന്താണ്? വർക്ക് പ്ലേസ്. പ്ലാറ്റ്സ് മീൻസ് എന്താണ്? സ്പേസ് അല്ലെങ്കിൽ പ്ലേസ്. ഓക്കെ, സോ ആർബൈറ്റ് പ്ലാറ്റ്സ് മീൻസ് എന്താണ്? വർക്ക് പ്ലേസ്. നെക്സ്റ്റ് പറഞ്ഞാൽ ദി വോക്കെ. വോക്കെ മീൻസ് വീക്ക്, ആഴ്ച. സോ വോക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. വോക്കെ മീൻസ് എന്താണ്? ദി വോക്കെ എന്ന് വെച്ചാൽ എന്താണ്? വീക്ക്. നെക്സ്റ്റ് ബറൂഫ്. ബറൂഫ് മീൻസ് എന്താണ്? ഓക്കുപേഷൻ. സോ ബറൂഫ് എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഓക്കുപേഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കാം. സോ ബറൂഫ് എന്ന വേർഡിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു A1 സ്റ്റുഡന്റിന്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മാർക്കിയറൻ. സോ മാർക്കിയറൻ മീൻസ് ടു മാർക്ക്. മാർക്കിയറൻ മീൻസ് എന്താണ്? ടു മാർക്ക്. മാർക്കിയറൻ എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ദി ഫിർമ. ഫിർമ മീൻസ് കമ്പനി. ഫിർമ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? കമ്പനി. ഓക്കെ, ഫിർമ എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ദി സ്റ്റുഡന്റിൻ. സ്റ്റുഡന്റിൻ എന്ന് വെച്ചാൽ ഫീമെയിൽ സ്റ്റുഡന്റ്. ഓക്കെ, സ്റ്റുഡന്റിൻ മീൻസ് എന്താണ്? ഫീമെയിൽ സ്റ്റുഡന്റ്. സോ മെയിൽ സ്റ്റുഡന്റ് നമ്മൾ പറയുന്നത് സ്റ്റുഡന്റ് എന്നാണ്. സോ അതിന്റെ കൂടെ ഒരു IN ഇട്ട ഫീമെയിൽ സ്റ്റുഡന്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെറിഷ്ടൻ. ബെറിഷ്ടൻ എന്ന വെർബിന്റെ അർത്ഥം ടു റിപ്പോർട്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ജർമ്മൻ വെർബാണ് ബെറിഷ്ടൻ. ഓക്കെ, നെക്സ്റ്റ് ദർ ഫ്രോണ്ട്. ഫ്രോണ്ട് മീൻസ് എന്താണ്? ഫ്രണ്ട്. ഫ്രോണ്ട് മീൻസ് എന്താണ്? ഫ്രണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൈബ്ലിഷ്. വൈബ്ലിഷ് മീൻസ് ഫീമെയിൽ. വൈബ്ലിഷ് എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഫീമെയിൽ. ലാസ്റ്റ് വെർബാണ് ഔഫ് ഹേങ്ങൻ. ഔഫ് ഹേങ്ങൻ മീൻസ് ടു ഹാങ് അപ്പ്. ടു ഹാങ് അപ്പ്. സോ ഔഫ് ഹേങ്ങൻ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കോമൺ ആയിട്ടുള്ള ഓരോ, അതായത് A1ന്റെ സെക്കൻഡ് ചാപ്റ്ററിലെ ഓരോ വേർഡ്സ് ആണ്, അവയുടെ മീനിങ്സും ആണ്. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. സോ ഓരോ വേർഡ്സിന്റെയും മീനിങ്സ് എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലെസൺ വായിക്കുമ്പോഴും നിങ്ങൾക്ക് സംസാരിക്കുമ്പോഴും സ്പീക്ക് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. സോ നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ചൂസ്. Auf Wiedersehen. German Language Foundation course just for rupees 499. Course duration daily 90 minutes and in 10 sections. Course contents: alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc.